വരുന്നുണ്ട്. ഇനി ചായക്ക് വെള്ളം വെച്ചേക്കിട്ടാ. ഞാൻ ഇങ്ങനെ വിചാരിക്കാനു നിങ്ങളെ കാണാഞ്ഞിട്ട്. ഇന്നെന്ത് ഇത്ര വൈകിയേ? പഴയ വണ്ടിയല്ല മോളെ, ഓടി എത്തണ്ടേ. ഇന്ന് സുമേനെ കാണും ഒരു കൂട്ടർ വരുന്നുണ്ടേനു. അതായരാ? ആ, അതൊരു ഗൾഫുകാരനേനു. ഓക്കാണെങ്കിൽ ഇഷ്ടപ്പെടുകയും ചെയ്തിക്ക്. പക്ഷെങ്കിൽ രവിയേട്ടനാണ് ഒരു കടും പിടുത്തോ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വേണമെന്ന്. ആ, പെണ്ണ് അടുക്കളയിൽ അതാ നോക്കിക്കോ. സർക്കാർ ജോലി. വിജയന്റെ ചന്തി കണ്ടാലോ? കഞ്ഞാറും ഗോപാല എനിക്ക് ഈ മൊബൈൽ തോന്നിയത് അയക്കുന്ന നിർത്തിക്കളെ ഗോപാല. ഛർദി നിൽക്കാത്തതേ വയറ്റിൽ എട്ട കുട്ടികളായതുകൊണ്ടാന്നാ പറയല്. അതെയാ? ഇതാ ജിസേ പാല്. നാരായണെടുത്തിയെ പാലിന് ലേശം കൊഴുപ്പ് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കൊഴുപ്പ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, അല്ലെങ്കിൽ കെട്ടിയ നാട്ടിലായിരിക്കില്ലേ. ലീവ് ഇല്ലല്ലോ. വരുന്നതാണല്ലേ. അത് ഇങ്ങനെ വിളിച്ചാലാടാ. സഖാവ് പണിക്കരെ, CIF-ന്റെ പിള്ളേരില്ലേ ഇന്നെ വീട്ടിൽ കയറി മേടുമ്പോ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലേ? നാട്ടിലെ 10,000 പിള്ളേരെടുത്തു. ഇഞ്ഞ എഴുതി കൊടുത്ത 5 വർഷം ജാതകം ഉണ്ടോ? വനജാന്റെ ബ്ലോക്കിൽ ഫുള്ള് ജാതകോപ്പിക്കലാന്നാ നാട്ടുകാർ പറയുന്നത്. പിന്നെ എങ്ങനെയാണോ പിള്ളേർക്ക് പെണ്ണ് കിട്ടുക? ഇന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മോനെ, വിശ്വാസത്തിന്റെ വഴിക്ക് വിടണം, ഇനി എന്റെ പണിയെടുക്കണം. കേട്ടിക്കില്ലേ? നിങ്ങൾ എന്തിനാ നാരായണത്തെ രാവിലെ തന്നെ പാലും തൂക്കി നടക്കുന്നേ? നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ലേ? ഞാൻ പറഞ്ഞ നോക്കിക്കാ. പാർട്ടി ഓഫീസിന്റെ പണിയൊന്നും എഴുതിട്ടെ നാരായണത്തിയെ. എന്തായാലും ഉദ്ഘാടനത്തിന് വരുമല്ലോ. ഏട്ടത്തേക്ക് സഖാവിനെ നേരിട്ടൊന്ന് കാണണമെന്ന് കുറെ കാലമായിട്ടുള്ള പൂതിയാ. എനിക്കെന്താടാ ഒരു കുറവ്? എടാ ഇഞ്ഞപ്പടാ കൊടിയും പിടിച്ച് നടക്കാൻ തുടങ്ങിയേ വലിയ പാർട്ടിക്കാരെ. ഞാൻ വാട്സപ്പിൽ അയച്ച മെസ്സേജ് കണ്ടിക്ക് നിങ്ങൾ. ഏത് വൃക്കമാറ്റി വെക്കൽ ധനസഹായം? അതന്നെ. പാവങ്ങളെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും, നിങ്ങൾ ചെയ്തു കൊടുക്കണം. എടോ, ഓൻ ചത്തിട്ട് 5-6 മാസമായി. ഇനി ഏടുന്നേലും കിട്ടുന്ന മെസ്സേജ് ആയിട്ട് പിരിവിന് വരല്ലേ? അല്ല, ഞാനത് 2 ദിവസം മുമ്പേലും കണ്ടത്. നീ കിട്ടുന്ന മെസ്സേജ് എല്ലാം ചൂടോടെ ആടയുടെ അയച്ചിട്ട് എപ്പാ നാട്ടുകാർ കൈവെക്കുന്നതെന്ന് അറിയില്ലേ? ആദ്യം ജിഷേന്റെ ഓൻ്റെ അടുത്തുനിന്നാ കിട്ടുക. ഒന്ന് നന്നായിക്കൂടെ? കോവാല, എനിക്കാരും ഇതല്ല അയച്ചിരുന്നേ. കയന നീലിയാന്നല്ല. വാട്സപ്പ് തുറന്നൂടാ. എല്ലാവരും നല്ലവരാ, എല്ലാവരും നല്ലവരാ. ഈ കാണുന്ന എല്ലാവരും നല്ലവരാ. ബ്രിഗേഷിന്റെ ആലോചനക്കാരാന്നല്ലേ വീടിന്? കല്ലാച്ചിമിന്ന ബ്രിഗേഷ് നല്ലൊരു പയ്യനാട്ടോ. ഓന്റെ കഴിഞ്ഞാഴ്ചത്തെ കല്യാണം മുടങ്ങിപ്പോയത് എങ്ങനെയാ? ഓൻ ഒരു മുയിക്കൂടിയാനെന്ന് പറഞ്ഞോണ്ടല്ലേ. മഹാപാപം. ഏയ് ഓൻ എന്ത് കൂടിയ? അങ്ങനെയാണെങ്കിൽ ഓൻ്റെ അച്ഛനല്ലേ പെണ്ണിൻ്റെ അടിക്കണ്ട്. ഞാനും മൂപ്പരൊക്കെ എത്ര വെള്ളം അടിച്ച റോട്ടുമ്പോ കിടന്നതാ. കുമാരൻ ബ്രിഗേഷിന്റെ സ്ഥിരം ബ്രോക്കറാണ് കേട്ടോ. ഒരു 10-100 വണ്ടിങ്ങ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഒന്നും അറിയില്ല. അത് പലതും ഓൻ ഇഷ്ടാവഞ്ഞിട്ടല്ലേ. ഇങ്ങക്ക് ഈ പുരയിൽ പെണ്ണെ ധൈര്യമായിട്ട് കൊടുക്കാം. ഓക്ക് കൂട്ടായിട്ട് ഓൻ്റെ പെങ്ങളുണ്ടാവും. ഓളൊപ്പം പോലെയല്ല. നല്ല സ്നേഹമുള്ള മോന. അച്ഛനായിട്ട് ഒപ്പൂല. ആളൊരു ചൊറിയനാ. ഓന് മറിയുമ്പോഴേക്കാണ് ബന്ധം. മറിയുമ്പോ ഓന് സ്വന്തം അമ്മയെ പോലെയാണ്. എന്നാ പിന്നെ ഞാനങ്ങോട്ട് മറിയുമ്പോ അശ്വകാരിയാ മകാവിടക്ക്. നിങ്ങൾ വരി, ഇതാന്ന് വീട്. എടോ, ബ്രിഗേഷിന്റെ വീട് കാണാൻ വന്ന കൂട്ടരാത്. ഓ, കൊയിലാണ്ടിക്കാരായിരിക്കൂ. ഓൻ എന്നോട് പറഞ്ഞേക്ക്. അല്ല, ഇത് കല്ലാച്ചിക്കാരാ. കുറച്ച് പത്രാസിലെ കൂട്ടരാ. ഓനല്ലേ ഓലിക്ക് പറ്റിയിക്കില്ലെന്ന് പറഞ്ഞ. ഇത് എത്ര വന്നതാ. വിലാസിനിക്ക് ചായ കാച്ചാനും. എന്നാലും ഇമ്മക്ക് അങ്ങോട്ടൊന്ന് പോവാ. വാ. ആ, ബബിതേ, നീ എവിടെയുള്ള? നാടും നാട്ടുകാരും ഒക്കെ നല്ലോരാ.
കുട്ടി ഒരു പുരയിൽ കയറി ചെല്ലുമ്പോൾ അതാണല്ലോ വേണ്ടത്. അച്ഛനാണോ? ആ എന്നൊക്കെയാ പറയുന്നത്. പറഞ്ഞത് നോക്കണ്ട, സംഘം പോലത്തെ മനുഷ്യൻ. ഞാൻ നോക്കട്ടെ. ആ പെങ്ങളുട്ടിയാ? എടാ ഏടിയില്ലെന്ന് പറഞ്ഞേ. ആ ആ കിട്ടി. ദേ ഞാൻ നോക്കട്ടെ. എടാ 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 ഇതിൽ കുറേ ഉണ്ടല്ലോ. നോക്ക്, അതിൽ ഉത്രാട നക്ഷത്രം ഉണ്ടാവും. ഉത്രാടം ജനിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഈ ആ കോളമില്ലേ കല്ല് വരച്ച അതിന്റെ ഏറ്റവും അടിയിൽ ഷാ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഷാ. എന്നാല് നടുവിൽ കൂന്ന് എഴുതിയിട്ടുണ്ടാവും. കൂ. അത് തന്നെ, അത് കൊടുത്തു. ആ വരുന്നേ. പെൺകുട്ടികളെ കെട്ടിക്കേണ്ട പ്രായത്തിൽ കെട്ടിക്കണം. ഓളെ കെട്ടിക്കാനായിക്കില്ല. ജാതകം കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാളൊന്നും നോക്കണമല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാ ഞാൾ നോക്കുന്നത്. 2-3 ആലോചനകൾ പെൻഡിങ്ങില്ല. എന്താന്ന് അറിയില്ല. ഓൾക്ക് ഇവിടുത്തെ ചെക്കനെ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. അതിന് ഓനെന്തോ ഒരു പത്രാസ് കുറവ് അല്ലേ? ആ പിന്നല്ലാണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോയിക്കില്ല ചേച്ചി? ആ ഭവിതയ്ക്ക് എന്നെ ഒന്ന് അങ്ങോട്ട് വിളിച്ചൂടേനോ? കുഴപ്പമില്ല, നിങ്ങൾ വരും. ആടെ നിക്ക് ചെക്ക, എന്ത് കോലത്. അല്ല എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്തൂടേനോ? ആ ചെക്കൻ വന്നല്ലോ. എന്തല്ല പണി സൈറ്റില്ലേ? ഇവന് 10-100 പണിക്കാരുള്ളതാ. എല്ലാവർക്കും അവന്റെ കണ്ണെത്തണ്ടേ. അളിയനാ പോലീസിലാ. ഒരു കാര്യമൊന്നുമില്ല, ഇപ്പൊ സസ്പെൻഷനില്ല. എല്ലാരും ചായ അടിച്ചോട്ടാ. അത് അന്വേഷണ വിധമായിട്ട് ചെറിയൊരു ഇന്ന് ചെക്കൻ്റെ പിറന്നാളാണല്ലേ? അല്ല, വയസ്സ് എത്രയായി? വയസ്സ് 31. ആ 31. മാമന്റെ കേക്ക് കുറിച്ചാലോ അച്ഛാ? അത് ശരിയാ, നമുക്കിതൊരു ബർത്ത്ഡേ പാർട്ടി ആക്കാം അല്ലേ? അത് ശരിയാ. കക്കൂസ് എവിടെയാണ്? കക്കൂസ് ഇവിടെ ബാക്കില. ഭവിത ആരെങ്കിലും ഉണ്ടോ കക്കൂസില്? അച്ഛൻ പോയിട്ടുണ്ട്. ആ എന്നാ കണക്ക് തന്നെ. താങ്ക്സ്. ഓ എന്തൊരു നാറ്റാടിയാ. ആയിക്കോട്ടെ, എന്നാ പിന്നെ നമുക്ക് കേക്ക് കട്ടിയല്ലേ? ആ മൃഗേഷേ, കേക്ക് കെട്ടിയടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. കേക്ക് നശിപ്പിക്കും. ചെക്കന് 31 ഇതെന്താ 40? ഈ ബന്ധം ശരിയാവില്ല. പിന്നെ ഇതിനൊക്കെ സമയം നോക്കണ്ട. ചെക്കന് വയസ്സ് എത്രയെന്നാ പറഞ്ഞേ? ഞാളെ പെണ്ണിന് 19 വയസ്സേ ഉള്ളൂ. ഇനി ഞാളെ പറ്റിക്കാന്ന് വിചാരിക്കണ്ടാ. എടാ കുമാര, എനിക്ക് പെണ്ണെന്നും പറഞ്ഞ് ഞാൻ നാട്ടിൽ കണ്ട എന്റെ കാലിന്റെ മുട്ട ഞാൻ അടിച്ചോടിച്ചോളെ. ഒരു മര്യാദ വേണം. അയ്യോ അതല്ല, ഇത് ഓന്റെ അല്ല, ഓന്റെ അളിയന്റെയാ. അയ്യോ പോലെ വേം വാ. എന്താ ഈ സാധനം കിട്ടോ? അത് ബാക്ക് സെറ്റ് വിട്ടോ. എന്ത് നാടാപ്പ ഇത്? ഓരോരുത്തരും ഇരിക്കാൻ സമ്മതിക്കൂല. അതോ സമാധാനത്തോടെ ഒന്ന് വഴിയിടാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത നാട്. എന്തൊരു നാട്. അത് ശരി. എൻ്റെ കള്ളം വാങ്ങി കുടിച്ചിട്ട് വെറുതെ ചിരക്കാൻ നിൽക്കല്ലേ. ഞാൻ ഇന്ന് കുപ്പി വാങ്ങി എൻ്റെ പ്രശ്നത്തിനൊരു തീരുമാനം ഉണ്ടാക്കാനാണ്. ഉണ്ണി എന്താണ് ഉദ്ദേശിച്ചത്? എൻ്റെ ഒരു ഗതികേട് എന്താ നിങ്ങൾ കാണാണ്ട് പോകുന്നത്? എൻ്റെ കൂടി പഠിച്ച കൊല്ലോൻ്റെ അടുത്ത് ശ്രീചാരൻ്റെ മോളെ വരെ ഞാൻ പെണ്ണ് കാണാൻ പോയിക്ക്. ഇമ്മാസം കണ്ട 7 എണ്ണം പൊളിഞ്ഞു പോയി. ഏത് നാനൂറ്റില്ല എനക്കുള്ള പെണ്ണുള്ള. ഇവൻ്റെ കല്യാണം മുഴങ്ങുന്ന ഇവൻ്റെ കുറ്റം കൊണ്ടല്ലെങ്കിലും ഞാളുള്ളത് പറയും. അതിൽ കമലാളിനും തെറ്റാറിനാന്നേ. ആ ഇനി എൻ്റെ അഞ്ചത്തേക്കായിരിക്കും. പിന്നെ അല്ലാണ്ട് ഇത് തന്നെ അവിടുത്തെ പ്രശ്നമോ? ഈ നിലത്തുറക്കാത്ത കുപ്പിയാണ് നിങ്ങൾ. ബ്രാൻഡി, വിസ്കി, റമ്മ് ഇമ്മാതിരി കൂടുതൽ സെറ്റപ്പിൽ ഒഴിവാക്കിയിട്ട് നല്ല സ്കോച്ച് വിസ്കി, സിംഗിൾ മാൾട്ട്. ആ പറമ്പത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കൂതറ സെറ്റപ്പ് അല്ലടാ. ആകെക്കൂടെ ഒരു ആശ്വാസം
ആ ജിഷേനെ കാണുമ്പോഴാണ്. അളിയ ഓ തുച്ഛമായ ഒരു കള്ളിന്റെ പേരിൽ ഗൗരവതരമായ ഒരു ചർച്ച കൊളവാക്കരുത്. ഓ കള്ള എത്ര വേണമെങ്കിലും വാങ്ങാം, നമുക്ക് കാര്യം നടക്കണം. സർക്കാർ ജോലി ഇല്ലാത്തവർക്ക് ഇവിടെ പെണ്ണ് കിട്ടുമെന്ന് നോക്കണമല്ലോ. ഇന്നോട്ട് ബ്രിഗേഷിനെ കെട്ടിക്കാൻ നമുക്ക് ഒരുമിച്ച് ഇറങ്ങിക്കഴിയാം. നക്ഷത്ര പൊരുത്തമില്ലാതെ കല്യാണം മുടങ്ങുന്നവർക്കും 2-3 പൊരുത്തമില്ലാത്തവർക്കും പാവജാതകം, ചൊവ്വാദോഷം എന്നീ പാവപ്പെട്ട ജാതകം കൈവശമുള്ളവർക്കും വേണ്ടി വാടാ. വാക്കണം. ആന്നു എന്തല്ലേനു അളിയൻ്റെ വീട്ടിൽ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കല്യാണം ഇപ്പം തന്നെ നടന്നു. ബ്രിഗേഷേ, നീ ചോദിക്കുമ്പോഴത്തേന് എൻ്റെ കോന്തൽ കിട്ടെടുക്കുന്ന സാധനമല്ല ഇത്. കാണുന്നവർക്ക് ഇന്നെ പിടിക്കണ്ടേ? ഒരു കാര്യമില്ലാത്ത ബ്രാക്കൂട്ട ഊര് തണ്ടി വന്നാ എഴുന്നടാ. എന്തിനാ ഇത്ര ബോഡി ബിൽഡപ്പ്? സകലമാന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ഞാൻ വരുന്നത്. കൂടോത്തൊന്നും നടപടിയാവൂലേ മോനെ? എന്താളിയാ, കൂടോത്രല്ല, കൊടക് ഹുടുക്കി. കൊടക് ഹുടുക്കി? ആ, കൊടക് ഹുടുക്കി എന്ന് പറഞ്ഞാൽ കൊടകിലെ സുന്ദരിയായ പെൺകുട്ടി. കൊടകിലെ അതിസുന്ദരികളായ പെൺകുട്ടികളെ കല്യാണം കഴിക്കാനുള്ള സുവർണാവസരം. 17, 18, 19, ഏറിപ്പോയ 20 വയസ്സ് പ്രായം. ഓടോ എടാ, വെറുതെ പറയുന്നല്ല. ഞാൻ കാഞ്ഞങ്ങാട് ബ്രേഷ്യർ കൊടുക്കുന്ന ഷോപ്പിലെ 3 സെയിൽസ്മാൻമാരെ കല്യാണം കഴിഞ്ഞ്, അത് ഇവനേക്കാൾ ക്ഷീണം. ആ, അതിലൊരുത്തൻ്റെ കല്യാണത്തിന് ഞാൻ ഇന്നലെ പോയിക്ക്. വയസ്സ് 41 വയസ്സ് വരന്, വധു വെറും 19. ആ, ആള് വിചാരിച്ചാല് ഇന്നലെ കല്യാണം കഴിഞ്ഞവനെ വിളിച്ച ബ്രോക്കർ നമ്പറെല്ലാം കിട്ടും. വേണ വേണ വേണം. എന്താ പിന്നെ ഒപ്പിച്ചേ? എന്നാ സാധനക്ക് നടക്കട്ടെ, ഞാൻ ഒരിക്കലും നടക്കട്ടെ. വികാഷേ, സ്വന്തം നാടിനും വീടിനും വേണ്ടാത്ത നിന്നെ ഇന്ന് മുതൽ കൊടകിന് വേണം. നീ ഇന്ന് മുതൽ കൊടക പ്രകേഷ്. വെല്ലാണ്ട് വിടല്ലേ? വെള്ളം ഒഴിക്കണ്ട. വെള്ളം ഞാൻ ചോറിന് കൊടുക്കും. എടാ ബ്രിഗേഷേ, കൊടക് ചാലു വായിക്കേ. 1 ലക്ഷം റുപ്യ ഏജൻസി ചാർജ് കെട്ടണോ? എന്നാ ഞാൻ ഓഫർ പറഞ്ഞു കൊടുക്കണോ? ഓഫറോ? ആ എടാ, പെണ്ണിന് 1.5 ലക്ഷം റുപ്യ, അച്ഛന് 50,000, അമ്മക്ക് 30,000, പിന്നെ അനിയന് ജോലി ഉണ്ടെങ്കിൽ 30, ഇല്ല 20 കൊടുക്കേണ്ടി വരും. എനിക്ക് അവിടെ പോയി പാർക്കണമെങ്കിലേ ഒരു മുറിയും എടുത്ത് കൊടുക്കണേ. ചിലപ്പോൾ അക്കൂസും കെട്ടി കൊടുക്കേണ്ടി വരും. എന്താക്കണം, ഒക്കെ കൂടെ ഒരു 3-3.5 ലക്ഷം റുപ്യ ആവും. വേണോ? എനിക്ക് ലാസ്റ്റ് ചാൻസ് ആയത് കേട്ടിക്കാ. സമ്മതാണെങ്കിൽ പറ, നമുക്ക് ഞായറാഴ്ച പോവാ. എന്താ പണിക്ക് ഡെയിലി പോകേണ്ടി വരുവാ? പോയാ ഓന് നന്ന്. ഇനി എന്താണ് ആലോചിച്ച് കൂട്ടുന്നത്? പറഞ്ഞൂടെ? സമ്മതം. ആ, എന്നാ പിന്നെ പോവാ അല്ലേ? ആ